സമരങ്ങളുടെ പൂരപ്പറമ്പായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ഒരു ലൈവ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ അപ്പ് ചെയ്യുന്നത്. പിൻവാതിൽ നിയമനത്തിനും ജലചൂഷണത്തിനുമെതിരെ UDP-യുടെ പൂച്ചക്കുട്ടിക്ക പോലത്തെ യുദ്ധന്മാർ എന്ന നിലയിൽ സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്ന കാഴ്ച. ഭരണപക്ഷത്തിന്റെ ചങ്കായ പോലീസും ഒരു വശത്ത് സെറ്റായി കഴിഞ്ഞു. ഇതാ സമരത്തിന്റെ രൂപവും ഭാവവും ചേഞ്ച് ആവുകയാണ് ഗൈസ്. പരിക്കലിന് മുന്നിലേക്ക് അവർ കടന്നു കയറി കഴിഞ്ഞു. ഒരു കല്ല്, രണ്ട് കല്ല്, മൂന്ന് കല്ല് പോലീസ് മാമൻ പത്രക്കാരെ ഫോട്ടോ എടുത്ത് വെച്ച് കൊടുക്കണേ. അയ്യോ എന്തോ കുഴപ്പമുണ്ട്, വിരലുകൾ അസ്ഥിക്കൂടം പോലെ അല്ലേ? കുഴപ്പമൊന്നുമില്ലടോ. എന്നാലൊരു പ്ലാസ്റ്റിക് സിസ്റ്ററെ ഈ പോലീസുകാരെ എല്ലാരും അറിയട്ടെ. നരനായാട്ട് നായാട്ടോ വിളയാട്ടോ പ്രക്കാട്ടോ എന്തെങ്കിലും ആവട്ടെ, ഒരു ചെറിയ പ്ലാസ്റ്റിക് സിസ്റ്റം അതിന്റെ ഒന്നും ആവശ്യമില്ല. സിസ്റ്റർ കമ്മിയാണല്ലേ? ഇവിടെ ബെഡും കമ്മിയാ. കയ്യും കാലും ഒടിഞ്ഞവർക്ക് ഇവിടെ കിടക്കാൻ സ്ഥലമില്ല. മനുഷ്യന്റെ സമയം മെനക്കെടുത്താതെ ഒന്ന് പോയേ. ഈ മഷിവെള്ളം മരുന്നെങ്കിലും തരോ? അത് മുഖം കഴുകിയാൽ മതി, പൊക്കോളും. ചെറിയൊരു ബാൻഡൊക്കെ തരോ? പുറത്ത് മെഡിക്കൽ സ്റ്റോറി കിട്ടും, വേണേ പോയി മേടിച്ചേ കുത്തിച്ചോ. ആരോഗ്യവകുപ്പ് മൊത്തം താറുമാറാണല്ലേ. ഹലോ ലീഡറെ, രാജനാണേ. എടാ എങ്ങനെയുണ്ട് ടി വിയിലെ പെർഫോമൻസ്? നീ കണ്ടായിരുന്നോ? കണ്ടങ്ങ് മൂത്ത് വരെയായിരുന്നു. പക്ഷെ അപ്പോഴാ നമ്മുടെ നക്സല് മത്തായിക്കുട്ടി മാപ്പിള മരിച്ച കാര്യം അറിഞ്ഞത്. 4-ാം മരല കഴിഞ്ഞ ദിവസം പുള്ളിനെ കണ്ടപ്പോ 1000 രൂപ കടന്നേരെന്ന് പറഞ്ഞു. അത് പോയി ഇല്ലടാ, ഇതൊരു ചാൻസ് ആണ്. എനിക്ക് കഴിഞ്ഞ തവണ 7-ാം വാർഡിൽ ദായിഷാനെ മരിച്ചപ്പോ സുന്ദരൻ സ്കോർ ചെയ്ത്. ഇത്തവണ എനിക്ക് സ്കോർ ചെയ്യണോടാ. ദേ ലീഡർ പറഞ്ഞാ മതി, അതുപോലെ ചെയ്തിരിക്കും. നീ ഒരു പണിയേ, മാപ്പിളുടെ കാലിന്റെ അവിടെ ഒരു റീത്ത് വെക്ക്. നെഞ്ച് തന്നെ വെച്ചു റീത്ത്. എന്നാലും 4 പേര് കേപ്പിനൊന്നും അറിയുള്ളൂ. അല്ല നെഞ്ചത്ത് വെക്കണമെങ്കിൽ റീത്തിന്റെ പൈസ കൊടുക്കും. നീ 5 ട്രില്യൺ ഇന്ത്യൻ എക്കണോമിയെ പരിഹരിക്കരുത്. അതിനൊക്കെ വഴിയുണ്ടാക്കാം.